ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് യായിബ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 1 ഒന്നാമത്തെ എപ്പിസോഡാണ്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ഒരു പുതിയ ആനിമി സീരീസ് ആണ്. വളരെയധികം കോമഡി ആയിട്ടും വളരെയധികം ഫണ്ണായിട്ടുള്ള ഒരു ആനിമി സീരീസും കൂടാണ് യായിബ സീരീസ്. നമ്മുടെ ഡ്രാഗൺ ബോൾ ഇരിക്കും, ബട്ട് ഒരു സമുറായി ആനിമി പോലെയാണ് ഇതുള്ളത്. വളരെയധികം കോമഡിയും അതുപോലെ തന്നെ വളരെയധികം ഫണ്ണായിട്ടുള്ള ഒരു കിടിലൻ ആനിമിയും കൂടെ. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് വളരെയധികം പണ്ടിറങ്ങിയ ഒരു ആനിമി സീരീസ് ആണ്. ഇതിപ്പോൾ റിലീസ് ചെയ്ത് വളരെയധികം കിടലനായിട്ട് റീമേക്ക് ചെയ്തിറക്കിയേക്കും. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഫണ്ണായിട്ടുള്ള ഒരു സീരീസ് തന്നെയായിരിക്കും. മാത്രമല്ല ഇത് ഓൺഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആനിമി സീരീസ് മാത്രമല്ല, സൂപ്പർ ഹ്യൂമന്റെ എപ്പിസോഡ്സ് ഉടനെ വരുന്നതായിരിക്കും. നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. തന്നെ കാണിക്കുന്നത് ഡീമൻ ലോഡിന്റെ ഇടയും അതുപോലെ തന്നെ നമ്മുടെ ഹീറോന്റെ ഇടയിൽ ഒരു വലിയ ഫൈറ്റ് തന്നെ നടക്കും. ഹെവൻസും വളരെയധികം ഷോക്കായിട്ടിരിക്കുന്ന സമയത്തിന്റെ നടുക്കിൽ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ഫൈറ്റ് നടക്കുകയാണ്. തീരാതെ വീണ്ടും വീണ്ടും അവരുടെ ഒരു വലിയ ഫൈറ്റ് തന്നെ നടക്കും. ആര് ജയിക്കുമെന്ന് നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു വലിയ ഫൈറ്റ് തന്നെ. പേരും ഒരു പോക്ക് തന്നെ ഫൈറ്റ് ചെയ്യുന്നു, രണ്ടുപേരും ഒരു പോക്ക് തന്നെ പവർഫുള്ളുമാണ്. ഷോർട്ട് ഫൈറ്റ് കാരണം തീയ മിന്നലെല്ലാം ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ലോകം തന്നെ ഒന്ന് നടുങ്ങിപ്പോകും. തീരാതെ നടന്നുകൊണ്ടിരുന്ന തീരാത്ത ആ യുദ്ധം ലോകം തന്നെ നശിക്കാറായി. ശക്തിയെ തന്നെ പേടിപ്പിച്ച ആ രണ്ട് ചെറുപ്പക്കാർ ഇനി വീണ്ടും വീണ്ടും ഒന്ന് വീണ്ടുകൊണ്ട് തന്നെ ഇനി അവർ രണ്ടുപേരും വീണ്ടും മീറ്റ് ചെയ്ത ഇപ്പൊ എങ്ങനെ നരകിക്കുന്നു അതിനെക്കാട്ടിൽ 10 മടങ്ങ് ലോകം വീണ്ടും നരകി. ചിലപ്പോൾ ലോകത്തിന് താങ്ങാൻ വേണ്ടി കരിയത്തില്ല. കാണിക്കുന്നത് ഒരു കാട്ടിലാണെങ്കിൽ ഒരു ചിറക്കൻ കമ്പം പിടിച്ചിട്ട് എന്തോ ഒരു ഡാൻസ് കളിക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ വേറൊരാളും കൂടെ നിപ്പുണ്ടായിരുന്നു. നീ ഇങ്ങനെ തന്നെ ട്രെയിനിങ് ചെയ്താൽ മാത്രമേ നിനക്ക് ഒരു ദിവസം ജയിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നതെന്ന് നിനക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇതേ സമയം തന്നെ ആ ചിറക്കന്റെ പുറകിൽ നിന്ന് ഒരു ഗൊറില്ല വരുന്നത് ആ ചിറക്കന് മനസ്സിലാകുന്നു. സമയത്ത് തന്നെ അവന്റെ ഗൊറില്ലയുടെ ഇടയിൽ ഒരു ഫൈറ്റ് തന്നെ നടക്കാൻ വേണ്ടി പോവുകയാണ്. ഈ കുട്ടിയുടെ പേരാണ് യായിബ. രണ്ടുപേരും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗൊറില്ലയാണെങ്കിൽ ഒരുപാട് തവണ യായിബാനെ അടിക്കുന്ന സമയത്ത് നമ്മുടെ യായിബ ഗൊറില്ല കളിയാക്കി പറയുകയാണ്, കൊച്ചുകുട്ടിയായിട്ടുള്ള എന്നെ നിനക്ക് തൊടാൻ പോലും പറ്റുന്നില്ലല്ലോ, നീ ഒരു ഗൊറില്ല തന്നെയാണോ? ഇത് കേട്ട് ദേഷ്യം വന്ന ഗൊറില്ലയായിബാനെ എടുത്തിട്ട് ആകാശത്തിലോട്ട് ഒറ്റ എറിയുന്നുണ്ട്. നമ്മുടെ യായിബയുടെ ഫ്രണ്ട് ആയിട്ടുള്ള കായിത്തോറ എന്ന് പറഞ്ഞ ഒരു ടൈഗർ ആ ഗൊറില്ലയുടെ അടുത്തേക്ക് വരികയാണ്. അവന്റെ ഫ്രണ്ട് ആയിട്ടുള്ള സോനോസുക്കി എന്ന് പറഞ്ഞ് നമ്മുടെ യായിബാനെ പിടിക്കുകയാണ്. യായിബാനെ പിടിച്ചിട്ട് ആ ഗൊറില്ലയുടെ മണ്ടയ്ക്കോട്ട് ഒറ്റ എറിയുക. യായിബയാണെങ്കിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന വടി വെച്ചിട്ട് ആ ഗുർലയുടെ മണ്ടക്കിട്ടൊരെണ്ണം കൊടുക്കുകയാണ്. ബാക്കിയൊന്നും പറയണ്ടല്ലോ, ആ ഗുർലയുടെ കഥ അവിടെ വെച്ച് തന്നെ അവസാനിക്കുന്നു. ഫൈനലി ഞാൻ ജയിച്ചേ, അങ്ങനെ ഞാൻ ഈ കാട്ടിന്റെ രാജാവായിട്ട് മാറി. സന്തോഷത്തിൽ നമ്മുടെ യായിബ നിൽക്കുകയാണ്. തന്നെ എന്തൊരു ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് അവരൊരു കാഴ്ച കാണുന്നത്. ആ കാട്ടിന്റെ അതിലുള്ള എല്ലാ ഗുർലേഴ്സും അവരെ വളഞ്ഞിട്ടുണ്ട്. നമ്മുടെ ട്രംപ് കാർഡ് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള സമയമായിട്ടുള്ളത്. തോമസ് കുട്ടി എന്ന് പറഞ്ഞിട്ട് അവര് 3 പേരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഗുർലേഴ്സ് ആണെങ്കിൽ അവരെ വിടാതെ വീണ്ടും വീണ്ടും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യായിബയും ബാക്കിയുള്ളവരും വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ബനാനയുടെ ഒരു ബോക്സിന്റെ അതിൽ കയറി ഇരിക്കുകയാണ്. ഇവിടെ നമ്മളെ ആരും കണ്ടുപിടിക്കാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ യായിബ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഒരുത്തം വന്നിട്ട് ആ പെട്ടി അടയ്ക്കുന്നത്. മുഴുവനായിട്ട് തന്നെ ഇരുട്ട് വന്നിരിക്കുന്നു. ആ സമയം തന്നെ വെളിയിലാണ് ബോക്സ് ആക്കി പാർസലായിട്ട് ജപ്പാനിലോട്ട് കൊണ്ടുപോയിരിക്കുന്നു. കാണിക്കുന്നത് ജപ്പാനിലുള്ള നറീട്ടോ ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ഇവിടെയാണെങ്കിൽ സയാക്ക എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട്. കുട്ടിയുടെ അപ്പൻ കെട്ടോ ചാമ്പ്യൻഷിപ്പിൽ ജയിച്ചിട്ട് വന്നിരിക്കുന്നു. തന്റെ അച്ഛനെ വരവേൽക്കാൻ വേണ്ടി എയർപോർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അവൾ ചാമ്പ്യൻഷിപ്പ് നല്ല രീതിയിൽ തന്നെ കളിച്ചെന്നൊക്കെ കേട്ടല്ലോ, നിങ്ങൾ വളരെയധികം സ്മാർട്ടാണെന്ന് അവൾ പറയുന്നു. അവനെ എപ്പോൾ ഞാൻ തോപ്പിക്കുന്നു അന്നേരമായിരിക്കും ഞാൻ ട്രൂ ആയിട്ടുള്ള ഒരു ചാമ്പ്യൻ ആകാൻ വേണ്ടി പോകുന്നത്, മാത്രമേ ഞാൻ വിജയിക്കത്തുള്ളൂ. സമയത്ത് തന്നെ ആരാണ്ടൊക്കെ സെക്യൂരിറ്റീസിനെ എടുത്ത് അടിക്കുന്നുണ്ട്. ഇത് നമ്മുടെ അവിടെ നിന്ന് ചാടിയിട്ട് നമ്മുടെ സയാക്കോന്റെ അപ്പന്റെ അടുത്തേക്ക് നമ്മുടെ യായിബ ചാടി വരികയാണ്. യായിബ വന്നോടനെ തന്നെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. നീ ആരാടാ എന്ന് പറഞ്ഞിട്ട് അവൾ ഒരു കൊട എടുത്തോണ്ട് നിൽക്കുന്ന പേരാണ് യായിബ കുറോനാവെ. ഞാനൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു സാമുറായി, സയാക്ക. ഞാനൊരു പെണ്ണ്, ഞാൻ ഇതിനു മുമ്പ് പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് സയാക്കാനെ യായിബയാണെങ്കിൽ കെട്ടിപ്പിടിച്ച് നോക്കുന്നുണ്ട്, തൊട്ട് നോക്കുന്നുണ്ട്. അത് മാത്രമല്ല ഈ പാവടക്കകത്തിൽ എന്തുവാന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്ത് അവളാണെങ്കിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന കൊട വെച്ച് തലക്കിട്ട് ഒരെണ്ണവും കൊടുക്കുന്നുണ്ട്. പെണ്ണുങ്ങൾ ഇത്രയ്ക്കെതിരെ ടെററായിരുന്നു, ഈ കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യായിബ കരയുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ ജനത്തിന്റെ കയ്യിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വരുന്ന നമ്മുടെ യായിബാന്റെ അച്ഛനും സായിത്തോറായും അങ്ങോട്ട് കുരങ്ങിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന് എയർപോർട്ടിലെ സെക്യൂരിറ്റി കയ്യിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാഞ്ചറോ, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, നിനക്ക് വേണ്ടിയാണ് ഇപ്പൊ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡിയാകുന്നു. ഇപ്പൊ അതിനുള്ള സമയമല്ല. പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞിട്ട് അവരെല്ലാവരും ഒരു ടാക്സിയിൽ കയറിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. നമ്മുടെ യായിബയാണെങ്കിൽ ആദ്യമായിട്ടാണ് സിറ്റിയൊക്കെ കാണുന്നത്. അവിടുത്തെ ഓരോ കാഴ്ചകൾ കാണുന്ന സമയത്തും നമ്മുടെ യായിബയ്ക്ക് അതുപോലെ തന്നെ എന്റർടൈൻമെന്റും വരുന്നു. എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഇന്നു മുതൽ ഇതായിരിക്കും നമ്മുടെ പുതിയ വീട്. നാള് മരങ്ങളും ചെടികളും ഒക്കെ കണ്ടു വളർന്നവനോട്
വീടെന്ന് പറഞ്ഞാൽ എന്തുവാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ വീടൊക്കെ കയറി കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ യായിബ. ഒരു കിളവി വന്നിട്ട് നമ്മുടെ യായിബാനെ പിടിച്ചിട്ട് കാവറിക്ക് പയലേ നീ എങ്ങോട്ടാണ് കയറി പോന്നെ എന്ന് ചോദിക്കുന്നു. സോ ഇതേ സമയം തന്നെ നായേ നിനക്ക് എന്തോ ഇവിടെ പരിപാടി നമ്മുടെ കാഞ്ചലോ എന്നോട് ചോദിക്കുന്നു. തള്ളേ നിങ്ങൾ ഇതുവരെ മരിച്ചിട്ടില്ലായിരുന്നോ, നിങ്ങൾക്ക് ഇപ്പോഴും ജീവൻ ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞിട്ട് തള്ളേനെ പിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാഞ്ചറോ. ഇത് നിന്റെ മകനാണോ എന്ന് നമ്മുടെ യായിബനെ നോക്കിയിട്ട് ആ തള്ള ചോദിക്കുന്നു. ആ തള്ള എന്റെ കൂടെ വരാൻ വേണ്ടി പറയുന്നു. സോ നോക്കുന്ന സമയത്ത് സാമുറായി ഡോഡ്ജോ അവരുടെ വീടിന്റെ പുറകു വശത്തുണ്ട്. ആ സ്ഥലത്ത് ഒരുപാടധികം ആൾക്കാർ സാമുറായി ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തന്നെ നമ്മുടെ കാഞ്ചറോ ആണെങ്കിൽ അതിനകത്തിൽ കയറിയിട്ട് എല്ലാ ആൾക്കാരുടെ തലക്കിട്ട് ഒരെണ്ണം കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരുത്തന്റെ തലക്കിട്ട് കൊട്ടുന്ന സമയത്ത് അവൻ അതിൽ നിന്ന് തടുക്കുകയാണ്. തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആളെന്ന് നമ്മുടെ കാഞ്ചറോ പറയും. പെൺകുട്ടിയുടെ അച്ഛനാണെങ്കിൽ അവിടെ കിടന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അലച്ചുകൊണ്ടിരിക്കുകയാണ്. നീ സ്ട്രോങ് ആണോ അതോ വീക്ക് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള സമയമാണ്. കേൾക്കുന്ന സമയത്ത് നമ്മുടെ യായിബായിക്ക് ഒരുപാടധികം സന്തോഷം വരുന്നു. നമ്മുടെ കാഞ്ചറോ വിജയിച്ചാൽ നമുക്ക് ഉറപ്പായിട്ട് ഈ വീട്ടിൽ നിൽക്കാൻ വേണ്ടി സാധിക്കും. ഇതാണ് നിന്റെ ഓപ്പോണന്റാണെന്ന് പറഞ്ഞ് നീ ഇവനോട് ദയൊന്നും കാണിക്കാൻ വേണ്ടി പോകണ്ട. തന്നെ നീ നിന്റെ ഫുൾ പവർ എടുത്തിട്ട് ഇവന്റെ കൂടെ ഫൈറ്റ് ചെയ്യണം. അതിനുള്ള പെർമിഷൻ ഞാൻ തന്നിട്ടുണ്ട്. കാട്ടിലെ കുരങ്ങന്മാരുടെ ഫൈറ്റ് ചെയ്ത് ഞാൻ മടുത്തു. എനിക്ക് വയ്യ വീണ്ടും ഫൈറ്റ് ചെയ്യാൻ. നീ എന്തുവാടാ പറഞ്ഞു വരുന്നത്? നീ അപ്പൊ എന്നെ ഒരു കുരങ്ങനായിട്ടാ കാണുന്നേ അല്ലേ? ഇവന്റെ ഡ്രസ്സ് ഒന്നും കണ്ടിട്ട് നീ പേടിക്കേണ്ടിയൊന്നും ആവശ്യമില്ല. ഒരിക്കലും ഇങ്ങനത്തെ കോമളത്തരമായിട്ടുള്ള ഡ്രസ്സുകളൊന്നും ഇടത്തില്ല. കാഞ്ചറോ യായിബാനോട് പറയുകയാണ്. സോ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ യായിബാന് ചെറുതായിട്ട് സന്തോഷം. രണ്ടുപേരും ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ യായിബ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അവൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുകയാണ്. കാര്യം ആലോചിച്ചോണം, വലിയൊരു ഹൈറ്റ് ഡിഫറൻസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. യായിബ ചെറിയവനും മറ്റവൻ വലിയവനുമാണ്. എന്നിട്ട് തന്നെ നമ്മുടെ യായിബ നല്ല രീതിയിൽ തന്നെ അവൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുകയാണ്. നമ്മുടെ യായിബാന്റെ ഓരോ അറ്റാക്കും നമ്മുടെ മീറ്റോ ആണെങ്കിൽ വളരെയധികം ഈസിയായിട്ട് തന്നെ ഡോഡ്ജ് ചെയ്യുകയാണ്. സോ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ യായിബായിക്ക് ഒരുപാടധികം ദേഷ്യം വരും. കാണുന്ന സമയത്ത് നമ്മുടെ മൂട്ടോയ്ക്ക് ദേഷ്യം വന്നിട്ട് അവന്റെ ഫുൾ പവർ എടുത്തിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ യായിബാനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാട്ടിലുള്ള ഒരുപാടധികം കുരങ്ങളുടെ കൂടെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ ഇത് കുറച്ച് വ്യത്യാസമാണല്ലോ എന്ന് നമ്മുടെ യായിബ പറയും. ഇതിന്റെ കാടല്ല എന്ന് അവൻ പറയുകയായിരുന്നു. നമ്മുടെ യായിബ ഒരു കാര്യം ചിന്തിക്കുന്നത്, അവൻ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാടധികം മൃഗങ്ങൾ വന്നിട്ട് ഇവരെ ആക്രമിക്കുന്നുണ്ടായിരുന്നു. ആലോചിച്ച സമയത്ത് തന്നെ നമ്മുടെ യായിബ അവിടെ വെച്ച് തിരിഞ്ഞു നിൽക്കുകയാണ്. ഈ ചെറുക്കനെന്തോ നമ്മളെ കളിയാക്കുവാണോ? ഇവനെ എന്റെ കിട്ടിയ വെണ്ടയ്ക്ക് അരിയുന്നത് പോലെ ഞാൻ അരിയും എന്നാ കിളവി പറയുകയാണ്. ദേഷ്യമെന്ന് നമ്മുടെ മൂട്ടോ ആണെങ്കിൽ അവന്റെ ഫുൾ ശക്തി എടുത്തിട്ട് നമ്മുടെ യായിബനെ അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ നമ്മുടെ യായിബ അത് ഈസി ആയിട്ട് തന്നെ ഡോഡ്ജ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് നമ്മുടെ മൂട്ടോന്റെ വൈറ്റ് എടുത്തിട്ട് ഒരെണ്ണം കൊടുക്കുന്നു. ശക്തി കാരണം ഭിത്തിയാൽ പല്ലി ഒട്ടിയിരിക്കുന്നത് പോലെ അവന് മുട്ടിയിരിക്കുകയാണ്. അധികം ചെറുപ്പത്തിൽ ഒറ്റയ്ക്ക് അത്രയും വലിയ മൂട്ടോനെ അടിച്ചിട്ടെന്ന് പറഞ്ഞു ബാക്കിയുള്ള എല്ലാവരും വായും പൊളന്നിരിക്കുകയാണ്. വിജയം ചാടി ചാടി സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ യായിബ. നോക്കുന്ന സമയത്ത് നമ്മുടെ മൂട്ടോനെ ആണെങ്കിൽ യായിബ കയറൊക്കെ വെച്ച് കെട്ടിയിടുകയാണ്. സോ നീ എന്തുവാണ് കാണിക്കുന്നതെന്ന് നമ്മുടെ യായിബനോട് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ യായിബ പറയുകയാണ്, കാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർവൈവ് ചെയ്യണമെന്നുള്ളതാണ്. കാട്ടിൽ ഏതെങ്കിലും ഒപ്പോണന്റിനെ നമ്മൾ തോപ്പിച്ച് കൊന്നുകളയും. അതുകൊണ്ട് തന്നെ ഇവനെ കെട്ടി തൂക്കി കൊല്ലാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. കാടൽ എന്ന് പറഞ്ഞ് അവരെല്ലാരും കിടന്ന് അലക്കുകയാണ്. കാണിക്കുന്നത് കുറച്ചു നേരം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. യായിബ ആണെങ്കിൽ ഒരുപാടധികം ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരു സീലിംഗ് ടോപ്പിൽ ഇരുന്നിട്ട് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ഭക്ഷണം എല്ലാം റെഡി ആകുകയാണ്. സോ ഇതിനെ മണമടിച്ച യായിബ ഇവിടെ ഭക്ഷണം ഓസിന് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചാടി വരികയാണ്. ടൈഗർ എന്തോ ഇവിടെ ചെയ്യുന്നത് നമ്മുടെ യായിബനോട് ചോദിക്കുന്ന സമയത്ത് കായിത്തോറോ എന്റെ ഫ്രണ്ട് ആണെന്ന് നമ്മുടെ യായിബ പറയുകയാണ്. ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. കോണമൊക്കെ കെട്ടിയിട്ട് മീൻ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവനെ പിടിച്ച് തിന്നാൻ വേണ്ടി ഒരു വളരെയധികം ഭയാനകമായിട്ടുള്ള ഒരു ടൈഗർ വരികയാണ്. അവനെ കഴിക്കാന്ന് പറഞ്ഞ് ചാടുന്ന സമയത്ത് തട്ടാൻ പാടില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു സാധനം തട്ടുകയാണ്. ടൈഗർ എന്റെ അമ്മച്ചിയേ എന്ന് പറഞ്ഞ് കിടന്ന് അലച്ചിട്ട് അങ്ങ് വെള്ളത്തിലേക്ക് വീഴുകയാണ്. അറിയാത്തത് കൊണ്ട് തന്നെ വെള്ളത്തിലിട്ട് കൈ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടൈഗർ. പിടിക്കാൻ പറ്റാത്ത മീനെയൊക്കെ നമ്മുടെ ടൈഗർ ഈസി ആയിട്ട് പിടിച്ചു കൊടുക്കുകയാണ്. സോ അത് കാണുന്ന സമയത്ത് മീനെ അവർ ഫ്രൈ ചെയ്ത് കഴിച്ചിട്ട് അവരൊരു ഫ്രണ്ട്സ് ആകുകയാണ്. അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ യായിബ. അമ്മേ കാഞ്ചറോനെ ഞാൻ രാവിലെയാണ് കണ്ടത്, പിന്നെ അതിനുശേഷം കണ്ടിട്ടില്ല. അവൻ എന്തി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നു. അവന്റെ വൈഫ് അങ്ങോട്ട് കയറി വരുന്നത്. ഞാൻ അവിടെ തറ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഒരു പേപ്പറാണ് വെച്ചിട്ട് നമ്മുടെ കാഞ്ചറോ ഇവിടെ നിന്ന് പോയിക്കുകയാണ്. ഞാൻ കാട്ടിലിരിക്കുന്ന സമയത്ത് എനിക്ക് കാട്ടിൽ വെച്ച് എന്റെ അപ്പനെ കാണാൻ പറ്റുന്നത് പോലെ തോന്നുകയാണ്. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. കാണിക്കുന്നത് സ്കൂളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സയാക്കനെയാണ്. സയാക്കയുടെ പുറകിൽ നമ്മുടെ യായിബ ചോദിക്കുകയാണ്, നീ എങ്ങോട്ടാണ് പോകുന്നത്? സ്കൂളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്കൂളിലാണെങ്കിൽ ഒരുപാടധികം കുട്ടികളൊക്കെ ഉണ്ട്. നമ്മളെല്ലാരും കൂടെ ഒന്ന് ചേർന്നിട്ട് നമ്മൾ ഒരുപാടധികം കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുകയും ചെയ്യും. ആ സ്ഥലത്ത് ഒരുപാടധികം സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പോണൻസ് ഒക്കെ കാണുമല്ലോ എന്ന് നമ്മുടെ യായിബ പറയും. ഇവനെ എങ്ങനെങ്കിലും ഒക്കെ ഒഴിവാക്കിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്കൂളിൽ ഒരുപാടധികം മോൺസ്റ്റേഴ്സ് ഉണ്ട്, നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള മോൺസ്റ്റേഴ്സ്. ഇപ്പൊ എന്റെ പുറകെ വന്ന നിന്നെ ഉറപ്പായിട്ടും ആ മോൺസ്റ്റേഴ്സ് കടിച്ച് പഴിപ്പോടാ തിന്നുന്ന പോലെ തിന്നും. പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് എന്റെ പുറകിൽ നിന്ന് പൊക്കോ, അല്ലെങ്കിൽ ആ മോൺസ്റ്റർ പെട്ടെന്ന് തന്നെ നിന്നെ കൊല്ലാൻ വേണ്ടി വരും എന്നവൾ പറയുകയാണ്. മോൺസ്റ്റേഴ്സോ, നീ സത്യമാണോ പറയുന്നത്? ഉറപ്പായിട്ടും ആ മോൺസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്നെ പ്രൊട്ടക്ട് ചെയ്തിരിക്കും. ഞാൻ ഇതിനു മുമ്പ് പവർഫുൾ ആയിട്ടുള്ള മോൺസ്റ്റേഴ്സിനോട് ഫൈറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നു. സോ ഇതേ സമയത്ത് തന്നെ സൈക്കാനെ ഒരുപാടധികം കൂട്ടുകാർ അങ്ങോട്ട് വരികയാണ്. പെണ്ണുങ്ങളോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യായിബ പെണ്ണുങ്ങളുടെ ഓരോ സ്ഥലത്തൊക്കെ കയറി പിടിക്കുന്നുണ്ട്. ഒക്കെയാണ് പിടിക്കണമെന്ന് ഞാൻ പറയണ്ടായിരുന്നു. നിങ്ങളെ കാണാൻ നേരത്ത് നീ എന്തുവാടാ കാണിക്കുന്നതെന്ന് പറയട്ടെ
അവളാണെങ്കിൽ അവന്റെ തലക്കിട്ടൊരെണ്ണം കൊടുത്തിട്ട് അവനെ പിടിച്ച് വലിച്ചു കൊണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് പോകാൻ വേണ്ടി അവൾ പറയുന്നു. സോ ഇത് കേട്ട യായിബ പറയുകയാണ്, പറഞ്ഞു ഇവിടെ പവർഫുൾ ആയിട്ടുള്ള മോൺസ്റ്റേഴ്സ് ഉണ്ടെന്ന്, അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ ഉറപ്പായിട്ട് പ്രൊട്ടക്ട് ചെയ്തിരിക്കും, ഞാൻ ഇവിടെ നിന്ന് അങ്ങനെയൊന്നും പോകത്തില്ല. അവളാണെങ്കിൽ ആ ഡോർ തുറക്കുന്നു. നോക്കുന്ന സമയത്ത് നമ്മുടെ സ്കൂളിലുള്ള ക്ലബിലോട്ടാണ് അവർ രണ്ടുപേരും കയറിയിരിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ യായിബായിക്ക് ഒരുപാട് അധികം സന്തോഷം വരുന്നു. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സയാ കാണാൻ വേണ്ടി ലോക്കർ റൂമിലോട്ട് പോവുകയാണ്. എന്നാൽ നമ്മുടെ യായിബയും അവളുടെ പുറകെ തന്നെ പോവുകയാണ്. സോ നമ്മുടെ സയാക്ക ഡ്രസ്സ് പറഞ്ഞത് കണ്ടുകൊണ്ട് തന്നെ നീ വളരെയധികം ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ വെച്ച് വിസിലടിക്കുകയാണ്. അവൾ കണ്ണി കാണുന്ന എല്ലാ സാധനവും നമ്മുടെ യായിബയുടെ നേരെ എറിയുകയാണ്. നമ്മുടെ സയാക്ക മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവനൊരു നല്ലവനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഡ്രസ്സ് മാറുന്നിടത്ത് വരെ ഇവനെ കൊണ്ടത്, പക്ഷെ ഇവൻ അത്രയ്ക്ക് നല്ലവനല്ല. കാണിക്കുന്നത് ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മുടെ യായിബയാണെങ്കിൽ ഒരു സോഡൊക്കെ അവിടുത്തെ എടുത്ത് നോക്കുകയാണ്. അതിൽ നിന്ന് കൈയെടുക്ക്, അത് ഇവിടുത്തെ പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞുകൊണ്ട് പുറകിൽ നിന്ന് ഒരാൾ നമ്മുടെ യായിബനോട് വന്ന് പറയുകയാണ്, ആരാണിത്, ഇവൻ എന്റെ പിന്നിൽ വരുന്ന സമയത്ത് എനിക്ക് എന്തോ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രസൻസ് തോന്നുന്നു, മാത്രമല്ല ഇവൻ ഒരുപാട് അധികം പവർഫുൾ, അതുകൊണ്ട് തന്നെ ഇവൻ ഡേഞ്ചറസ് ആണ്, അതുകൊണ്ട് തന്നെ ഇവൻ എത്രയും പെട്ടെന്ന് തോൽപ്പിച്ചേ പറ്റത്തുള്ളൂ. സോ അന്നേരം തന്നെ നമ്മുടെ യായിബ പാട്ട് ഡാൻസ് കളിക്കത്തില്ലേ, അതുപോലെ ഡാൻസ് കളിച്ചുകൊണ്ട് അവന്റെ ചുറ്റും ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അവന്റെ ശ്രദ്ധ മാറുന്ന സമയത്ത് തന്നെ നമ്മുടെ യായിബ ആണെങ്കിൽ അവന്റെ കമ്പ് വെച്ചിട്ട് അടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ യായിബാന്റെ കയ്യിലുണ്ടായിരുന്ന സോഡ് എടുത്ത് അടിച്ച് തെറിപ്പിക്കുന്നത്. നമ്മുടെ യായിബയ്ക്ക് മനസ്സിലാക്കിയാണ് ഇവൻ ഒരുപാട് സ്ട്രോങ് ആണെന്നുള്ള ഒരു കാര്യം. ഇവനെപ്പോലെ ഒരാളിന് വേണ്ടിയാണ് ഞാൻ ഇത്ര നാളും കാത്തിരുന്നു കൊണ്ടിരുന്നത്. എന്റെ പേര് യായിബ, പേര് തെങ്കാശി പട്ടണമല്ല. അവർ രണ്ടുപേരും അവിടെ വെച്ച് ഇൻട്രൊഡ്യൂസ് ആവുകയാണ്. സോ അങ്ങനെ അവർ രണ്ടുപേരും വീണ്ടും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആകുന്നു. ഫൈറ്റിൽ ആര് വിജയിക്കും? നമ്മുടെ യായിബ ജയിക്കുവോ അതോ തെങ്കാശി പട്ടണം ജയിക്കുവോ? ഞാൻ ചുമ്മാ പറഞ്ഞാണേ, തെങ്കാശി പട്ടണം എന്നൊന്നല്ല അവന്റെ പേര്, തെങ്കാശി എന്നാണ്. ഫൈറ്റിൽ ആര് വിജയിക്കും നമുക്ക് കാത്തിരുന്ന്. യായിബ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 1 ഒന്നാമത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഈ സീരീസ് എങ്ങനെയുണ്ട്? അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് പറയുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഈ സീരീസ് തുടരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ഞാൻ എങ്ങനെ അറിയുന്നതെന്ന് അറിയാവോ? ഇതിന്റെ ലൈക്ക് കൗണ്ടും അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ് സെക്ഷനും വെച്ചാണ്. ഒരു ലൈക്ക് ടാർഗറ്റ് ഉണ്ട് 150 ലൈക്സ്. സോ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. റോഡ് ടു 10K സബ്സ്ക്രൈബേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്കും അഡ്വാൻറ്റേജ് ആണ്, അതുപോലെ തന്നെ എനിക്കും അഡ്വാൻറ്റേജ് ആണ്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തേക്കുക. സോ അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.